അരിപ്പൊടിയില്ലാതെ അരി വറുത്ത് പൊടിക്കാതെ നമ്മുടെ ഇഷ്ട പലഹാരമായ നൂലപ്പം വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ ശരണ്യ സുഭാഷ്, നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ 2 ഗ്ലാസ് അരിയെടുത്ത് പച്ചരിയെടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിനകത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂറാണ് വെള്ളത്തിലിട്ട് വെച്ചത്. അപ്പം ഒരുപാട് സമയമൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് 2 മണിക്കൂർ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇനി അതിനെ 2 പ്രാവശ്യമായിട്ട് മിക്സിക്കകത്തിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 250 ml ഒരു ഗ്ലാസ്സിനകത്താണ് ഞാൻ വെള്ളം എടുത്തേക്കുന്നത്. ആ ഫുള്ള് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് 2 പ്രാവശ്യമായിട്ട് ഞാൻ ഈ അരി അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 500 ml വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം എൻ്റെ ഈ കപ്പ് 250 ml ആണ്. 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമ്മളിപ്പം 750 ml, അതായത് 750 ml ആണ് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് 1 സ്പൂണോളം നെയ്യും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇതൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ബാറ്റർ ഉള്ളത്. വെറും 3 മിനിറ്റിൽ നമുക്ക് നമ്മുടെ നൂലപ്പത്തിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ഇതുപോലെ ഉണ്ടാക്കാനായിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ അത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ കുറച്ച് വ്യൂവേഴ്സിന് ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതാ വെറും 2 മിനിറ്റിൽ തന്നെ ഇതുപോലെ ആയി കിട്ടി കേട്ടോ. അപ്പോൾ 3 മിനിറ്റിൽ വെറും 3 മിനിറ്റ് ആകുമ്പോഴത്തേനും ഫുള്ളായിട്ട് നമ്മുടെ മാവ് നൂലപ്പത്തിൻ്റെ ആ പരുവത്തിലേക്ക് റെഡിയായി വരും. അപ്പം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ത്രൂ ഔട്ട് കുക്ക് ചെയ്താൽ മതി. ഇതാക്കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഈ മാവ് വെച്ച് നമുക്ക് നൂലപ്പം മാത്രമല്ല കേട്ടോ, നമ്മൾ ഉണ്ടാക്കുന്ന കൊഴുക്കട്ട ഉണ്ടല്ലേ, അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇലയുടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള ഉണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാം ഇത് വെച്ച് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ നോർമലി അരി പൊടിച്ച് ഈ അരി വറുത്ത പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന നൂലപ്പത്തിനെ കഴിഞ്ഞും ഇതുപോലെ ഉണ്ടാക്കിയാൽ നമ്മുടെ നൂലപ്പം ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അടയൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ മാവ് നമുക്കൊരു 5 മിനിറ്റ് ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ നൂലപ്പത്തിൻ്റെ അച്ചിലിടുമ്പോഴേ നമ്മുടെ കൈ പൊള്ളും, നമുക്ക് തിരിക്കാൻ പറ്റില്ല. നല്ല ചൂടല്ലേ ഇപ്പോൾ. ഇതാക്കണ്ട, ഞാനൊരു 5 മിനിറ്റിന് ശേഷം അത് ഓപ്പൺ ചെയ്തു. കൈകൊണ്ട് ഇപ്പോഴും നല്ല ചൂടുണ്ട് കേട്ടോ. കൈകൊണ്ട് തൊടുമ്പോൾ ചെറുതായിട്ട് പൊള്ളുന്നുണ്ട്. നമുക്കിനി നമ്മുടെ ഈ നൂലപ്പത്തിൻ്റെ അച്ചിനകത്തേക്ക് കുറച്ചൊരു നെയ്യും കൂടെ തടവിയിട്ടുണ്ടല്ലോ. നമ്മൾ സാധാരണ നൂലപ്പം ഉണ്ടാക്കി എടുക്കുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ നമ്മുടെ പാത്രത്തിനകത്ത് വെച്ച് നൂലപ്പം ഒന്ന് ചുറ്റിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മാവ് വെച്ച് നമ്മൾ സ്റ്റൗവിൽ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആ 2 മിനിറ്റ് ആകെപ്പാടെ 3 മിനിറ്റ് വെക്കാനുള്ളൂ. ആ 3 മിനിറ്റ് നമ്മൾ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നമ്മുടെ മാവ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇതുപോലെ നമുക്ക് നൂലപ്പം നല്ല റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിവിടെ കുക്കറിനകത്താണ് വെക്കുന്നത്. കുക്കറിനകത്ത് കുറച്ച് വെള്ളം വെച്ച് ആ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ നൂലപ്പത്തിൻ്റെ പാത്രം അതിനകത്തേക്ക് ഇറക്കി വെച്ച് അടച്ച് വിസിലിടാതെ ഒരു 3 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യമായിട്ട് നൂലപ്പൊക്കെ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വിശദമായിട്ട് പറഞ്ഞത്. പിന്നെ നമുക്ക് സ്റ്റീമറിനകത്ത് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ സ്റ്റീമറിനകത്തും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് നൂലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അരിപ്പൊടിയൊന്നും ഇല്ലെങ്കിലും ഇനി ആരും വിഷമിക്കേണ്ട. കുറച്ച് അരി എടുത്തുനിന്ന് പെട്ടെന്ന് വെള്ളത്തിയിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.